മൊമെന്റോ നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ സെയിൽസ് ടീം മാനേജർ ആയിട്ടുള്ള ആയിഷ മാഡത്തിനെ വെൽക്കം ചെയ്യുന്നു. എന്തായാലും മാഡത്തിന്റെ എക്സ്പീരിയൻസ് നോക്കി കേൾക്കാം. താങ്ക് യു സർ. വാം ഗുഡ് മോർണിംഗ്. ആദ്യമായിട്ട് ഇത്രയും ക്രൗഡിൽ സംസാരിക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ട്, സൗണ്ടൊക്കെ വരയ്ക്കും, ആരും മൈൻഡ് ചെയ്യണ്ട. എന്നെ കൊണ്ട് നേടാൻ പറ്റില്ല അല്ലെങ്കിൽ എന്നെ പുച്ഛിച്ച ആൾക്കാർ മുമ്പിൽ എനിക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഉത്തരാണിത്. കാരണം നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന സ്ഥലം ഫിജിക്കാട്ടാണ് അല്ലേ. നമുക്ക് ഒരു കപ്പിത്താനേ ഉള്ളൂ, അതൊരിക്കലും ആടി ഒലയില്ല. നമ്മുടെ ബോച്ചേസാറുള്ളത്തോളം കാലം ഇവിടെ വിശ്വസിച്ച് കയറിയ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നുള്ള ഒരൊറ്റ റീസൺ എന്നുകൊണ്ട് ഞാൻ ഇന്ന് രക്ഷപ്പെട്ട് 10,000-ന്റെ മേലെ വെറും 24 വയസ്സായി വെറും തുച്ഛമായ മാസങ്ങൾ കൊണ്ട് ഞാൻ നേടിയെടുത്താണ് 10K+ എന്നുള്ള ഈ ഒരു റിവാർഡ് അല്ലെങ്കിൽ ഈ ഒരു അവാർഡ്. എൻ്റെ മോമിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. അതേപോലെ ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയില്ലേ, ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ ഒരു ജാസ്മിൻ നിഷാദാണ്, കമ്പനിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തരുന്നത് എൻ്റെ എന്താ പറയുക സ്വന്തം പെങ്ങളായ നമ്മുടെ കമ്പനിയുടെ 4th റാങ്കിൽ നിൽക്കുന്ന സെയിൽസ് ടീം മാനേജറായ ഐഷ മാം തന്നെയാണ്. അതിലൊരുപാട് അഭിമാനം തോന്നുന്നു. കാരണം ഒരു പെങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ ഒരു അവാർഡ് കിട്ടുക എന്നുള്ളതിലേ നമുക്ക് ലൈഫിൽ തന്നെ ഭയങ്കര അഭിമാനമാണ്. അതേപോലെ തന്നെ ആളുടെ മെൻ്റൽ ഫിസിക്കൽ സപ്പോർട്ട് കാരണമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഐഷ മാമിനോട് എത്ര നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. താങ്ക് യു ഐഷ മാം. അതേപോലെ തന്നെ ഏതൊരു പ്രതിസന്ധി വന്നാലും ഏതൊരു പ്രശ്നങ്ങൾ വന്നാലും എത്ര എന്നെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നിങ്ങളാണെങ്കിലും പതറാണ്ട് മുന്നോട്ട് പോവുക. ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. നമ്മളിവിടെ രക്ഷപ്പെടാനാണ് വന്നിക്കണത് എന്നുള്ള നമുക്ക് എല്ലാവർക്കും കാണിച്ച് നമ്മുടെ എല്ലാവരുടെയും റോൾ മോഡലായി ഇവിടെ പ്ലാൻ പ്രസന്റേഷൻ ചെയ്ത ഷിഫാന മാമിനോട് എങ്ങനെ നന്ദി പറയണം എന്ന് എനിക്കറിയില്ല. കാരണം 1 വർഷത്തോളം ഐഷ മാം എന്നെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും മാമിൻ്റെ ഒരൊറ്റ കോളിലാണ് ഞാൻ വീണത്. അവിടെ ഷിഫാന മാമിനോട് ഒരുപാട് താങ്ക്സ് പറയണം. അതേപോലെ തന്നെ നമ്മുടെ താരറാണിയായ രജിത മാമിനോട് എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയില്ല. അതായത് ഒരു അമ്മ കുട്ടീനെ ഗൈഡ് ചെയ്യുന്ന പോലെ തെറ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും ഒരുപാട് നല്ല രീതിക്ക് എന്നെ മുന്നോട്ട് പോകാൻ മാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓരോ ലീഡേഴ്സും ഒന്നിനൊന്നും മെച്ചം തന്നെയാണ്. എല്ലാവരും പറയാൻ നിന്നാൽ ഈ ലിസ്റ്റ് തന്നെ നമുക്ക് എടുക്കേണ്ടി വരും അല്ലേ. അപ്പൊ അതേപോലെ തന്നെ വിപിൻദാസ് സാർ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് എനിക്ക് ഈ ഒരു അവാർഡ് കിട്ടിയതിൽ ഒരുപാട് അഭിമാനം തോന്നുന്നു. ഇതെന്റെ 2nd അവാർഡാണ്. ആദ്യത്തെ അവാർഡ് നമ്മുടെ ബോച്ചെ സാറിൻ്റെ നിന്നാണ് ഞാൻ വാങ്ങിയത്. അതും എനിക്ക് ഒരുപാട് പ്രൗഡ് മൊമെന്റ് ആണ് അല്ലേ. നമുക്ക് ആദ്യമായിട്ട് ഒരു ചവിട്ടുപടി വെക്കുമ്പോൾ അത് നമ്മുടെ ചെയർമാൻ്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടുക എന്നുള്ളത് വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ എൻ്റെ ഉമ്മ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. 9 വർഷമായിട്ട് എന്നെ വിട്ടു പോയിട്ടുണ്ട്. ആളിപ്പോൾ നിലവിലില്ല. പക്ഷെ ആളുടെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഞാൻ സ്റ്റേജിൽ നിന്ന് എല്ലാവരും പ്രൗഡായിട്ട് അത് ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നിൽക്കണം എന്നുള്ളത്. അതിന് ഞാൻ എൻ്റെ ആദ്യത്തെ ചുവടുപടി വെച്ചിട്ടാണ്. അപ്പൊ അതിലൊരുപാട് അഭിമാനം തോന്നുകയാണ്. ആളിപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒരുപാട് സന്തോഷപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ എന്തായാലും ഓരോ വിധികളാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ എൻ്റെ എല്ലാ പാർട്ട്നേഴ്സിനോടും നന്ദി പറയാണ്. എനിക്ക് പാലക്കാടിൽ അധികം പാർട്ട്നേഴ്സ് ഇല്ല, എല്ലാവരും ദൂരെയാണ്. കോട്ടയം, കണ്ണൂർ, തലശ്ശേരി, മലപ്പുറം അങ്ങനെയൊക്കെയാണ്. അപ്പൊ അവരെയും ഈ ഒരു സമയത്ത് ഒരുപാട് നന്ദി പറയാണ്. ഇനി ഇവിടുത്തെ ഗസ്റ്റ് എത്തിപ്പെട്ടിരിക്കുന്ന ഓരോ ഗസ്റ്റിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു ഫ്രണ്ടിൻ്റെയോ അല്ലെങ്കിൽ നെയ്ബറിൻ്റെയോ റിലേറ്റീവിൻ്റെയോ ക്ഷണം സ്വീകരിച്ചിട്ടായിരിക്കും ഇവിടെ എത്തിയിട്ടുണ്ടാവുക അല്ലെ. നിങ്ങളോട് എനിക്ക് ഒരൊറ്റ കാര്യമാണ് പറയാനുള്ളത്, ഇടിച്ചു കയറി നിന്നോ പിടിച്ചു കയറി നിന്നോ നിങ്ങൾക്ക് അടിച്ചു കയറി വരാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മളിവിടെ ഒറ്റയ്ക്കല്ല, നമ്മൾ 24/7 നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ലീഡർ സപ്പോർട്ട് ഉള്ളത്തോളം കാലം നമ്മൾ ഒരിക്കലും തളർന്നു പോവില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും തോറ്റു പോവില്ല. നിങ്ങൾ ഇവിടെ രക്ഷപ്പെടാനാണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരു പറ്റം ലീഡേഴ്സ് തന്നെ ഉണ്ട്. വിശ്വസിച്ച് നിന്നോ. അതേപോലെ തന്നെ ഷിഫാന മാം പറഞ്ഞ സെയിൽസ് മാനേജറിന്റെ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കാണ്. നമ്മുടെ ഏതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഫീൽഡ് നിങ്ങൾ എടുത്തോളി, നിങ്ങളോട് ചോദിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിളിനോട് ചോദിച്ചോ, ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഫീൽഡിൽ നിങ്ങൾക്ക് 2 ലക്ഷത്തിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് ഫ്രീ ആയി കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിജിക്കാർട്ടിൽ ചേരണ്ട എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഫീൽഡും നമ്മുടെ ആരോഗ്യം അല്ലേ, നമുക്ക് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് ആരോഗ്യം വേണം എന്നുള്ളത് വലിയൊരു സംഭവമാണ്. ആ ആരോഗ്യം അടക്കം സേഫ് ആക്കിയിട്ട് ഇന്നേക്കും നാളേക്കും, അതായത് പ്രസന്റ് മാത്രമല്ല ഫ്യൂച്ചറിനുള്ള ഒരു ജോബ് തന്നെയാണിത്. അത് അപ്പൊ ആർമി പോലീസ് ഒക്കെ പോലെ നാളേക്ക് നമ്മൾ മണ്ണിന്റെ അടിയിൽ കിടന്നാൽ പോലും നമ്മളൊരു സെയിൽസ് മാനേജർ ആയിട്ടാണ് മരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ നോമിനി അല്ലെങ്കിൽ നമ്മുടെ ടീം അവിടെ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ
നമ്മളവിടെ രക്ഷപ്പെടും എന്നുള്ളതാണ്. അതേപോലെ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി സമയമോ ഭാഗ്യമോ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. കിട്ടിയ അവസരം മുതലെടുക്കുക. പിന്നെ ബോച്ചട്ടി എന്നുള്ള ഒരു കാര്യമല്ലേ, അതും കൂടെ ഞാൻ പറയാണ്. ബോച്ചട്ടി എന്നുള്ള കാര്യം മാക്സിമം പ്രൊമോഷൻ ചെയ്ത് അടിച്ചു കയറി നിന്നോ, നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾക്ക് കിട്ടിയ അവസരം നോ എന്ന് പറയാൻ നിങ്ങൾ 30,000 വട്ടം ചിന്തിച്ചോളി, പക്ഷെ എസ് എന്ന് പറയാൻ ഒരു നിമിഷം പോലും ചിന്തിക്കണ്ട. കയറി നിന്നോ, രക്ഷപ്പെടും എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡം. റിക്വസ്റ്റ് ആണ്.